ഹായ് ഹലോ വെൽക്കം ടു IS ഫാക്ടർ. നമ്മുടെ 2025 പ്രിലിംസ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. സോ ഒത്തിരി പേര് ഇപ്പോൾ കുറച്ച് പേരോടൊക്കെ നമുക്ക് റാൻഡംലി സംസാരിക്കാൻ പറ്റി. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് ടഫായിട്ടുള്ള പേപ്പർ തന്നെയാണ്, കാരണം അതിനകത്ത് മാറ്റമൊന്നുമില്ല. സോ ഡെഫിനറ്റ്ലി ടഫ്നെസ് ലെവല് ഒത്തിരി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ പേപ്പർ ഇസ് നോട്ട് ടഫ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഓടിച്ചു വരാം. സോ ഇതിൽ പെട്ടെന്ന് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഫസ്റ്റ് ഗ്ലാൻസിൽ വാട്ട് ഐ ഫെൽറ്റ് ഇസ് 2023 പാറ്റേൺസ് എവിടെയോ തിരിച്ചു വന്നു എന്ന് തോന്നി. കാരണം കൂടുതൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഓൺലി 1 ഓൺലി 2 എന്ന് പറഞ്ഞ് വന്നതുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് ആൻസേഴ്സ് അറിയാമെങ്കിലും ഇതിനകത്ത് നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ കുറച്ച് ടഫ് ഉണ്ടായിരുന്നെന്ന് തോന്നി. പിന്നെ എൻവയോൺമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഹിസ്റ്ററി ഏൻഷ്യൻ ഇന്ത്യയിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇതിനകത്ത് നിന്ന് റാൻഡംലി പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആവശ്യമുള്ള, അതായത് പാസ് ആവാൻ ആവശ്യമുള്ള ഏരിയാസിലുള്ള മാർക്ക് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് വി കോൾ ഇറ്റ് ആസ് ദ പോയ്സൺ ക്വസ്റ്റ്യൻസ്, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആവശ്യത്തിൽ കൂടുതൽ ഏരിയാസ് ഉണ്ട്. ഇതെല്ലാം ഇതിനകത്ത് ഉണ്ടായിരുന്നൊരു സംഭവം കൂടാണ്. പിന്നെ അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസിൻ്റെ ലെങ്ത്ത് പെട്ടെന്ന് ഓടിച്ച് നോക്കിയപ്പോൾ കാണാൻ പറ്റി. സാധാരണ നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2, സ്റ്റേറ്റ്മെൻറ്റ് 3 എന്ന നോർമൽ ക്വസ്റ്റ്യൻസ് അല്ലാതെ കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാറ്റിയിട്ടുണ്ട്. എവിടെയോ കുറച്ച് ലെങ്തി ആണെന്നൊരു ഫീല് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ച് സോൾവ് ചെയ്ത് വരണമെങ്കിൽ അപാരമായ ഡിസ്ട്രാക്റ്റഡ് ആവാത്തൊരു മൈൻഡും കൂടെ ആവശ്യമുണ്ടായിരുന്നു. നമുക്ക് റാൻഡംലി പെട്ടെന്നൊന്ന് ഇപ്പോൾ മോഡേൺ ഇന്ത്യയുടെ ക്വസ്റ്റ്യൻസ്, സെഡിഷൻ ഹസ് ബിക്കം, ഇങ്ങനത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് വിച്ച് ആർ ഓക്കെ, അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ദ ഡാൻസിങ് ഗേൾ ഫൗണ്ട് ഇൻ മോഹൻജദാരോ, ഒബ്വിയസ്ലി നമ്മൾ ഏത് മെറ്റീരിയൽ ആണെന്നുള്ളത് ഒബ്വിയസ്ലി നമ്മൾ ഇത് ഏൻഷ്യൻ ഇന്ത്യയുടെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ചോരയുടെ ഇൻസിഡൻറ്റ്, ലീഗൽ ഡിഫൻസ് കൊടുത്തത് ആരാണ്? ഇത് ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നോർമൽ മോഡേൺ ഇന്ത്യയിൽ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ടെങ്കിൽ അറിയാം. ഇതിനെക്കുറിച്ച് ഇത്തരം സംഭവങ്ങൾ നമ്മൾ പൊതുവേ പഠിക്കാറില്ല എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു കാര്യം. സോ ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട ചോദ്യം, ലൈക്ക് പപ്പായ, പൈനാപ്പിൾ, ഗുവ, ഹൗ മെനി ഓഫ് ദം വെർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ബൈ ദ പോർച്ചുഗീസ്? ഇത് PYQയിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. കാരണം പൈനാപ്പിൾ വരാൻ കാരണം തന്നെ പോർച്ചുഗീസുകാർ ഇവിടെ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഫ്രൂട്ടുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കറിയുന്ന കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. സോ ഇതും ഒരു PYQ പോലെ തന്നെ ക്രാഫ്റ്റ് ചെയ്തൊരു ഏരിയ ആയിരുന്നു. സോ ഡെഫിനറ്റ്ലി. ആൻഡ് വിച്ച് ഓഫ് ദ കൺട്രീസ് ആർ 4 ടൈം സോൺസ്? നമ്മൾ സാധാരണ ജോഗ്രഫിയിൽ, വേൾഡ് ജോഗ്രഫിയിലൊക്കെ പഠിക്കുന്നത് റാൻഡംലി പഠിച്ചു പോകുമെങ്കിലും ഇങ്ങനെ ടൈം സോൺ ആയിട്ട് ബന്ധമായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഇതും PYQ ആണ്. PYQ എന്ന് പറയുമ്പോൾ നമ്മൾ 2011 എന്നുള്ളത് മാത്രമല്ല, അതിന് മുന്നത്തെ വർഷങ്ങളിൽ ടൈം സോൺസിനെ കുറിച്ചിട്ടും ടൈം കാൽക്കുലേഷനെ കുറിച്ചിട്ടൊക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു. സോ അത് അറിയാമെങ്കിൽ അറിയാം. US-ൻ്റെ കാര്യം അറിയാം, മറ്റ് രാജ്യങ്ങളുടെ കാര്യം എങ്ങനെയാണെന്നൊരു ചെറിയൊരു കാൽക്കുലേഷൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. So when Monday it is Tuesday in Alaska, few kilometers each, when people are walking fast, getting breakfast, these would be different. So when it is Monday, it is Tuesday in home. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. ആ ഒരു ലോജിക് ഉപയോഗിച്ച് ചെയ്യേണ്ട ചോദ്യങ്ങളാണ്. അവിടെയും ചെറിയ ഡിഫിക്കൽട്ടി ചിലപ്പോൾ സാധാരണ പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് തോന്നിക്കാണാം. ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പല എക്സാംസിനും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ്. അഗെയിൻ, ഹൗ മെനി ഓഫ് ദ എബവ് റോസ് ആർ കറക്റ്റ്ലി മാച്ച്? ബോട്സ്വാന, ചിലി. ഇതും റിസോഴ്സസ് എന്ന് പറയുന്ന, നമ്മൾ ഇന്ത്യയിൽ മൈക്ക, ബോക്സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ വേൾഡ് റിസോഴ്സസ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എപ്പോഴും ഈ ക്വസ്റ്റ്യൻ അപ്പോഴും ഇത് ചെയ്യാൻ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ ഇത് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ മലോർക്ക, നോർമാൻഡി, സർദീനിയ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ് റീജിയൻ? ആൻഡ് ഇതും അത്യാവശ്യം ഈ സർദീനിയ റീജിയൻ നമ്മൾ വേൾഡ് ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ ദ ബാറ്റിൽ ഓഫ് നോർമാൻഡി ക്രൈസിസ്, ഇതൊക്കെ അത്യാവശ്യം വേൾഡ് ഹിസ്റ്ററിനെ കുറിച്ചിട്ട് എപ്പോഴെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ കുറച്ച് ഏരിയ. പിന്നെ എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. Revenue expenditure is 80,000 crores and the revenue received to the government is 60,000 crores. The government also shows borrowings of 10,000. So ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. ഇത് ബേസിക്കലി പബ്ലിക് ഫിനാൻസിലെ റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ക്വസ്റ്റ്യൻസ് പോലെ തന്നെയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടെയും അപാരമായ കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡെഫിനിഷനെ പഠിച്ചിട്ടുള്ളൂ. ആ ഡെഫിനിഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാം. മുമ്പും ചോദിച്ചിട്ടുണ്ട്. ദേ ഹാവ് ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ. പണ്ട് ഇങ്ങനത്തെ വെരിഫിക്കേഷൻ കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് വരുമായിരുന്നു. അഗെയിൻ ഇത് വളരെ പ്രിറ്റി എക്സ്പെക്റ്റബിൾ ക്വസ്റ്റ്യൻ ആണ്. കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആണ്. INSTC എന്ന് പറയുന്നത് ഇത് വളരെയധികം എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് കറണ്ട് അഫയേഴ്സ് എനിക്കൊന്ന് കുറച്ചുകൂടി എക്സ്പെക്റ്റഡ് ആയിട്ടുണ്ട്.
ആൻഡ് അതേപോലെ എത്തനോൾ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദ വേൾഡ്, ബ്രസീൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, കോൺ ഇസ് ദ പ്രിൻസിപ്പൽ പ്രൊഡ്യൂഷൻ. സോ ഇതും ഫുഡ് പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അറിയാമെങ്കിൽ അറിയാം, അല്ലെങ്കിൽ ആ വാല്യൂ അറിയില്ലെങ്കിൽ നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. India could be one of the first places of wet bulb temperature. Which of the following best describes the above report? ഇതും വളരെയധികം എക്സ്പെക്റ്റഡ് ആയിട്ടൊരു ചോദ്യമായിരുന്നു, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്നുള്ളത്. അത് ഒരുപാട് പ്രാവശ്യം കറണ്ട് അഫയേഴ്സിൽ എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസമായിട്ട് ഈ വെറ്റ് ബൾബിനെ കുറിച്ച് വന്നിരുന്നു. അപ്പോൾ ഇത് നമ്മൾ അറിയുന്നൊരു ഏരിയ തന്നെയാണ്. പിന്നെയും എഗെയിൻ കാൽക്കുലേഷനാണ്. എക്കണോമിക്സിലെ പബ്ലിക് ഫിനാൻസ് ഒരു ക്ലാസിക് ഏരിയ ആണ്. അപ്പോൾ അതിലെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ റെസീപ്റ്റ്സ് എത്ര, എക്സ്പെൻഡിച്ചർ എത്രയാണ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ ഡെറ്റ് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, ഇതും ഒരു കാൽക്കുലേഷൻ ബേസിൽ പോകണമായിരുന്നു എന്നാണ് എനിക്ക് ഇനിഷ്യലി തോന്നിയൊരു ക്വസ്റ്റ്യൻ. പിന്നെ അഗെയിൻ 15th ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻഡ് ഓഫ് ഇത്ര 45% ഇത്ര. ഇത് ക്വസ്റ്റ്യൻ, ഇത് 15th ഫിനാൻസ് കമ്മീഷൻ അറിഞ്ഞാൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്രാവശ്യം പ്രിലിംസിന് പോകുമ്പോൾ ഒബ്വിയസ്ലി 15th ഫിനാൻസ് കമ്മീഷനെ കുറിച്ചിട്ട്, ഫിനാൻസ് കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ എത്രത്തോളം ഡേറ്റ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ടാകുന്ന അറിയണം. നമ്മൾ ആൻസറിലേക്ക് എത്തുമ്പോൾ നമുക്ക് അതിൻ്റെ ഷോർട്ട് കട്ട്സും എങ്ങനെ എത്താൻ നമുക്ക് എത്താം. അഗെയിൻ IBRD, ഐ വുഡ് സ്റ്റിൽ സേ ഇറ്റ് ഈസ് എ PYQ. IMF ആണെങ്കിലും വേൾഡ് ബാങ്ക് ആണെങ്കിലും IBRD ആണെങ്കിലും ഇതെല്ലാം ഇത് UPSC തന്നെ പല പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. സോ RTGS ആൻഡ് നെഫ്റ്റ്, ഇത് നോർമൽ ബാങ്കിങ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബാങ്കിങ് ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ UPI, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റൻ എക്സ്പെക്റ്റഡ് ക്വസ്റ്റൻ ആയിരുന്നു. കാരണം DPI, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന രീതിയിൽ ഇന്ത്യ ഹാസ് ബീൻ ട്രൈങ് ടു സെൽ UPI ഒരുപാട് രാജ്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൽ രാജ്യം അറിയാമെങ്കിൽ അറിയാം. ആൻഡ് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന, ഇത്തരം സ്കീംസ് എല്ലാവർക്കും അറിയണോ എന്ന് നിർബന്ധവും ഇല്ല. ചിലപ്പോൾ ഇത് അറിയാൻ ചാൻസ് ഇല്ല. അതും ഇപ്പോൾ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. കാരണം ഈ എലിമിനേഷൻ എല്ലാം ഇവിടെ ഓക്കെയാണ് കുറച്ചൊരു പരിധി വരെ. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം only 1 only 2 മിക്സ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് മൂവിങ് ഓൺ, റാൻഡംലി നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ റെയർ എർത്ത് മിനറൽസ്, ഇതിലെ ക്വസ്റ്റ്യൻസ് ഒന്നും ഔട്ട്ഡേറ്റഡ് ആണെന്നോ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് അല്ലെന്നല്ല. റെയർ എർത്ത് മിനറൽസ് ഞാൻ ഇതുവരെ നോക്കിയ ക്വസ്റ്റ്യൻസിൽ ഇതെല്ലാം കറണ്ട് അഫയേഴ്സ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളെല്ലാം കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം എക്സ്പെക്റ്റഡ് ആയിരുന്നു. അത് പഠിച്ചതിൽ എങ്ങനെ സോൾവ് ചെയ്യുന്നു, ഇതെല്ലാം റെയർ എർത്ത് മിനറൽസിനെ കുറിച്ചിട്ട് എത്രയോ പ്രാവശ്യം ആർട്ടിക്കിൾസ് വന്നിരുന്നു. ഇതേപോലെ എഗെയിൻ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റൻ ആണ്. ഈ 2 സെക്ഷൻ വെച്ച് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മുടെ തന്നെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ വളരെ ഈസി ആയിട്ട് ഇത് കണ്ട് നമ്മൾ തന്നെ ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് കവച് സിസ്റ്റം എന്താണ്, കവച് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യും, അതൊക്കെ ഓൾറെഡി ഇൻ ന്യൂസ് ആണ്. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ, മൈക്രോ ഗ്രാവിറ്റി റിസർച്ച്, ആക്സിയോം, സ്പേസ് ഡെക്സ്, ഗഗൻയാൻ. ഇത് അറിയാമെങ്കിൽ അറിയാം, പക്ഷേ കറണ്ട് അഫയേഴ്സ് നിന്ന് എടുക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റൻ ആയിരുന്നു അത്. അഗെയിൻ എയർക്രാഫ്റ്റ് ടൈപ്പ്, ഗ്ലോബ് മാസ്റ്റർ, ഇതിനകത്തുനിന്ന് ഈ ഗ്ലോബ് മാസ്റ്റർ ആണെങ്കിലും ഡോർണിയർ ആണെങ്കിലും ഇതെല്ലാം പേപ്പറിൽ അറ്റ്ലീസ്റ്റ് ഞാനിത് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ സോഴ്സും കൂടെ കാണിച്ചു പോവാം. ഹിന്ദുന്ന് തന്നെ നമുക്ക് ഈ ഇതൊക്കെ പേപ്പറിൽ തന്നെ വന്നതാണ്. വളരെ പേപ്പർ വായിച്ചിട്ടുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമായിരുന്നു. ആർട്ടിഫിഷ്യൽ റെയിൻ, ദിസ് ഈസ് ഓൾസോ PYQ. ആർട്ടിഫിഷ്യൽ റെയിനെ കുറിച്ചിട്ട് ദേ ഹാവ് ആസ്ക്ഡ് അനദർ ക്വസ്റ്റ്യൻ ഇൻ എ ഡിഫറെൻറ്റ് ഫോർമാറ്റ്. Regard to pardoning power of the President of India, consider the following statements with ഈ പാർഡനിങ് പവർ എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഈ റെസ്പൈറ്റ് റെമിറ്റ് എന്നൊക്കെ പറയുന്ന സംഭവമാണെങ്കിലും ഇതൊരു ബേസിക് പോളിറ്റി ക്വസ്റ്റൻ ആണ്. നമുക്ക് ഈസിലി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പോളിറ്റിയിൽ ചോദിക്കുമ്പോൾ ഉള്ള പ്രശ്നം, ഈ ലെങ്ത് പലപ്പോഴും ആസ്പിരൻസിനെ നമ്മൾ വല്ലാതെ ഒരു ഡിസപ്പോയിന്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരുപാട് വായിക്കാനുള്ളൊരു ഫീൽ കിട്ടുന്നുണ്ട്. സോ കണ്ടോ, ഡിസൊല്യൂഷൻ ഓഫ് ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻ. ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിലേക്ക് ആൻസറിലേക്ക് അടുത്ത വീഡിയോയിലേക്ക് വരാം. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. അതേപോലെ തന്നെ മെമ്പർ ഓഫ് ദ ഹൗസ്, ഇതും പോളിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ദർ ഇസ് നോ മെൻഷൻ ദ വേർഡ് പൊളിറ്റിക്കൽ പാർട്ടി. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലാരിറ്റി വേണം എന്ന് പറയുന്ന ഒരു ചെറിയ സംഭവം അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ പോളിറ്റി നമുക്ക് തിരിച്ചു വരാം. ഇത് പിന്നെയും എത്രത്തോളം ബെറ്റർ ആണെന്ന് നോക്കാം. ഇതേപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ ക്വസ്റ്റൻ ഉണ്ട്. And there is another question on the nature restoration law on climate change. എൻവയോൺമെൻറ്റിൽ കണ്ടമാനം ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടായിരുന്നു. എൻവയോൺമെൻറ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും ദിസ് ഷോസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെൻറ്റ്. കറണ്ട് അഫെയർ എൻവയോൺമെൻറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് NRL എന്നുള്ള സംഭവം. പിന്നെ അതേപോലെ തന്നെ ഓർഡിനൻസ് മേക്കിംഗ് പവർ വളരെയധികം ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ഇതാണ്. ഈ അടുത്തും പത്രങ്ങളിൽ ഒരുപാട് നിറഞ്ഞു നിന്നാണ് ഓർഡിനൻസ് മേക്കിംഗ് പവറും പ്രസിഡൻഷ്യൽ ഓർഡറും. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രസിഡൻഷ്യൽ ഓർഡർ, ഓർഡിനൻസ് ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. സോ ഇത് സ്റ്റേറ്റ്സ് ആൻഡ് ക്യാപിറ്റൽ, ഇതും അത്യാവശ്യം നമുക്ക് ആ ഒരു ഇനീഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറേ കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക്
ഓരോ സ്റ്റേറ്റും എങ്ങനെ ഉണ്ടായി. ഇത് ശരിക്കും ഇനിഷ്യലി തന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ സ്റ്റേറ്റ് ഫോർമേഷൻ്റെ കാര്യമായിട്ട് ഇന്ത്യയിൽ ഏതൊക്കെ സ്റ്റേറ്റ് വന്നു, പിന്നെ എത്ര സ്റ്റേറ്റ് ആഡ് ആയി എന്നൊക്കെ പറയുന്ന ഒരു ഓർഡറിൽ അത് ഒരു ബേസിക് ചോദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. എഗെയിൻ ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ, സോണൽ കൗൺസിൽ, ഇതും വളരെ സിമ്പിളാണ്, നമുക്ക് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഗവർണറിനെ ബേസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ കണ്ടോ, ഇത് നമ്മൾ ഓൾറെഡി പലപ്പോഴും പ്രഡിക്റ്റ് ചെയ്തിരുന്നൊരു ചോദ്യമാണ്. കാരണം ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ആക്ട് ഓൺ ഹിസ് ഓർ ഹർ ഡിസ്ക്രിഷൻ, ഇത് ശരിക്കും കറണ്ട് അഫെയർ തന്നെയല്ലേ. നമ്മൾ പല ക്ലാസ്സുകളിലും നമ്മുടെ കറണ്ട് അഫെയർ സെഷൻസിലും എക്സ്പെക്ട് ചെയ്തൊരു ചോദ്യമാണ്. ഗവർണറിൻ്റെ പവർ എന്ന് പറയുന്നത് അത്രയും പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഇത് സ്റ്റേറ്റഡ് അണ്ടർ പ്രൊഹിബിഷൻ ഓഫ്, ഇത് ഒരു ക്ലാസിക് സിമ്പിൾ പോളിറ്റി ക്വസ്റ്റൻ ആണ്. ഇതൊക്കെ കറക്റ്റ് ആക്കാൻ പറ്റുമായിരുന്നു, നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഷെഡ്യൂൾഡ് ഏരിയയെ കുറിച്ചിട്ടും ഫിഫ്ത്ത് ഏരിയ, ഇതും ഐ വുഡ് സേ ദിസ് ഇസ് എ PYQ ക്വസ്റ്റ്യൻ. 2011 മുതൽ നോക്കുകയാണെങ്കിൽ തന്നെ ഷെഡ്യൂൾഡ് ഏരിയയെ കുറിച്ചിട്ടും ഫിഫ്ത്ത് ഷെഡ്യൂളിനെ കുറിച്ചിട്ടൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നാഷണൽ ഓട്ടോമോട്ടീവ് കോയർ ബോർഡ്, ഇത് ചിലപ്പോൾ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കാം, നമുക്ക് എല്ലാ മിനിസ്ട്രീസും ഓർഗനൈസേഷൻസും അറിയണം എന്നില്ല, പക്ഷേ നമുക്ക് ആൻസർ പറയുമ്പോൾ നോക്കാം ലോജിക്കൽ ഉണ്ടോ എന്നില്ല. സോ ദെൻ ഇതും ഒരു പോളിറ്റി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല ഗ്രിപ്പുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഇസ് നോട്ട് ആൻസർ. കണ്ടു, ഇതിനകത്ത് കുറേ ഗവർണർ ഉണ്ട്, വിച്ച് അഗെയിൻ ഷോസ് ദറ്റ് കറണ്ട് അഫയേഴ്സ് നന്നായി പഠിച്ചാൽ, എൻ്റെ ടേക്ക് ഇതാട്ടോ, കാരണം കറണ്ട് അഫയേഴ്സ് നന്നായി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം എക്സ്പെക്റ്റഡ് ഏരിയാസ് ആയിരുന്നു നമ്മൾ പോയി പഠിക്കേണ്ടിയിരുന്നത്. സോ ക്രൂഡ് ഓയിൽ, ഹൗ മെനി പെട്രോളിയം ആൻഡ് നാഷ്, ഇതും ചിലപ്പോൾ ഒരു ഗസ് എടുക്കാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. എന്നാലും ഒരു ഡിഫിക്കൽട്ട് ഏരിയ എന്ന് വേണമെങ്കിൽ കാണാം. പഞ്ചായത്ത്, മെമ്പർ ഓഫ് പഞ്ചായത്ത്, ചീഫ് മിനിസ്റ്റർ ഓഫ് എ സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്, ഇതും പോളിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി നമുക്ക് നോക്കണം. ബിംസ്റ്റെക്, ഇതും നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബിംസ്റ്റെക് അത്യാവശ്യം നല്ല ന്യൂസിലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ചോദ്യമാണ്. ഈ ചോദ്യം ഇന്ദിര ഗാന്ധി പീസ് പ്രൈസിനെ കുറിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല. ഒരു IAS പ്രിപ്പറേഷനിൽ ചിലപ്പോൾ ഇത് കിട്ടണം എന്ന് നിർബന്ധമില്ല, അത് ഒരു അറിയാം, അത് കുറച്ച് ടഫാവാം. പിന്നെ അതേപോലെ തന്നെ ഗഗനെ കുറിച്ച് ഒരുപാട് ആർട്ടിക്കിൾസ് ഒരു വർഷം തന്നെ ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ഈ ഗഗൻ എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളത് അതും ഒരു എക്സ്പെക്റ്റഡ് ചോദ്യം തന്നെയാണ്. ഇതും നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഗ്രാൻഡ് പലായ്, പാരീസിൽ നടന്ന മീറ്റിംഗ് അലോങ് വിത്ത് അതർ കൺട്രീസ്, US ആൻഡ് ഓൾസോ സൈൻ ദ ഡിക്ലറേഷൻ. US-ഉം UK-യും പ്രശ്നം ഉണ്ടാക്കി. ഈ എഗ്രിമെന്റ് ഞങ്ങളെ പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ട് AI മീറ്റിംഗിൽ അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതും നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കറക്റ്റായിട്ട് ഈ പോയിന്റ്സ് ഡിസ്കസ് ചെയ്ത് പോയതാണ്. പിന്നെ ഈ പറയുന്ന ഇയർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഇത് അറിയാമെങ്കിൽ അറിയാം, ഇല്ലെങ്കിൽ ഇത് അറിയാൻ പാട്. നമ്മൾ അങ്ങനെ പഠിക്കണം എന്നില്ല, നമ്മൾ അങ്ങനെ നോക്കണം നിർബന്ധമൊന്നുമില്ല. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ബ്രിക്സിൻ്റെ ഇതാണ്. ഇന്തോനേഷ്യ ബ്രിക്സ് റിഗാർഡഡ്, നമ്മൾ G20 ഇപ്രാവശ്യം ഉറപ്പായിട്ടും നോക്കിപ്പോണ്ട കുറച്ച് ഏരിയാസ് ആയിരുന്നു ബ്രിക്സ്. ഇതും ഡെഫിനറ്റ്ലി നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓരോ മെമ്പേഴ്സ്, എത്ര ഈജിപ്റ്റ് മെമ്പറാണോ, പുതിയ മെമ്പേഴ്സ് ആരൊക്കെ വന്നു, അർജന്റീന വന്നിട്ട് പോയോ ഇല്ലയോ, ഇങ്ങനത്തെ മെമ്പേഴ്സിനെ കുറിച്ചിട്ടും എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ലോക്പാൽ, അഗെയിൻ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ, ദിസ് ഇസ് ഓൾസോ എ PYQ, ഒരുപാട് പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. ലോക്പാൽ, ലോകായുക്ത, ഇങ്ങനത്തെ ബോഡീസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി പോകണം എന്നുള്ളത്. ഇതുവരെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഏകദേശം നമ്മൾ 50 ക്വസ്റ്റ്യൻ എത്താറായി. കൊക്കോ വേൾഡ് കപ്പ്, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഐ ഡോണ്ട് തിങ്ക് 98% ഓഫ് ദി ആസ്പിരൻസിന് ഇങ്ങനത്തെ ഏരിയാസ് ചെയ്യാൻ സാധ്യത കുറവായിരിക്കും. കാരണം ഇതൊന്നും നമ്മൾ നോക്കാറില്ല. ഇതൊക്കെ ഒരു 2010 മുന്നേ പോയ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ടൈപ്പാണ്. ഇതൊരു ചെറിയൊരു ഇഷ്യൂ ആവാൻ സാധ്യതയുണ്ട്. ഇതൊന്നും നമുക്ക് കിട്ടാൻ അറിയണം നിർബന്ധമില്ല. അതേപോലെ തന്നെ ചെസ് ഒളിമ്പ്യാഡിൽ ഗുകേഷ് ബിക്കേം ദ വേൾഡ്സ് യങ്ങസ്റ്റ്, ഇത് പത്രത്തിൽ ഹെഡ്ലൈൻസിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്പോർട്സ് ന്യൂസ് നോക്കുന്ന ആൾക്കാർക്കായിരിക്കും, ഒരു ജനറൽ റീഡറെ സംബന്ധിച്ചോളം, UPSC നന്നായി പഠിക്കുന്ന സ്പോർട്സ് വിടുന്ന ആളെ സംബന്ധിച്ചോളം ഈ ക്വസ്റ്റ്യനും പാടായിരിക്കും. സോ അഗൈൻ സ്പോർട്സ് കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെന്നുള്ളതൊരു കാര്യം. സോ ഇതുവരെ 50 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഈ 50 ക്വസ്റ്റ്യൻസിൽ എനിക്ക് തോന്നി ഇതുവരെയുള്ള സംഭവങ്ങളിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്, ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസിൽ പൊളിറ്റി അത്യാവശ്യമുണ്ട്. കറണ്ട് അഫയേഴ്സിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഗവർണർ അത്യാവശ്യം 50 ക്വസ്റ്റ്യൻസിൽ നല്ല സ്കോർ ചെയ്യാമായിരുന്നു. ഫസ്റ്റ് ഇംപ്രഷൻ ഓപ്ഷൻസ് എടുത്ത് നോക്കുമ്പോൾ എത്രത്തോളം ട്രിക്ക് ഉണ്ടോ നമുക്ക് പിന്നീട് നോക്കാൻ പറ്റും. എക്കണോമിക്സിൻ്റെ ഏരിയ വരുമ്പോൾ നമ്മൾ നേരത്തെ കാൽക്കുലേഷനാണ് കണ്ടത്. ഇത് യൂഷ്വൽ ബോണ്ട്, സ്റ്റോക്ക്, ഹെഡ്ജ് ഫണ്ട്, പൊതുവെ ആൾക്കാർക്ക് ഏറ്റവും ടഫായിട്ടുള്ള ഏരിയ ആണ്. എക്കണോമിക്സ് എല്ലാം പഠിച്ചാലും ഈ ഒരു ഏരിയ മാത്രം നമ്മൾ പഠിക്കാറില്ല. അതിനകത്തു നിന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെല്ലിംഗ് ആൻഡ് ബൈയിങ് ഓഫ് ദി, ഇത് എക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒന്ന് വായിച്ചു നോക്കിയാൽ ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓർഗനൈസേഷൻ, റവന്യൂ ഇൻ്റലിജൻസ്, ഇതെല്ലാം ഈ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് ED ആണെങ്കിലും ഇതെല്ലാം ഏതിൻ്റെ താഴെയാണ്, ഇതെല്ലാം കറണ്ട് അഫയേഴ്സിലുള്ളതാണ്. DRI
ഒരു വർഷം ന്യൂസ് വായിച്ചിരുന്നെങ്കിൽ മിനിമം ഒരു 35 ന്യൂസ് എങ്കിലും ഇതിനെക്കുറിച്ച് വന്നിരുന്നു. സോ നമ്മൾ ഇത് ബുക്കിൽ പോയി പഠിച്ചില്ലെങ്കിലും ഇതും ഏതാണെന്നുള്ളത് അറിയാമെന്നുള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ അറിയാമെങ്കിൽ കിട്ടാം, അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും, നമുക്കതൊരു നോർമൽ ഇതിൽ കിട്ടാൻ പാടായിരിക്കും. സോ സബ്മിറ്റ് എ ബിസിനസ്, ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. BRSR ഒക്കെ എല്ലാ സാധാരണക്കാർക്കും BRSRനെ കുറിച്ച് അവയർനെസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സോ അതും ഡെഫിനറ്റ്ലി ചിലപ്പോൾ ഒരു ടഫ് ആയിരിക്കാം നോർമൽ കോഴ്സിൽ. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇത് അഗ്രികൾച്ചർ ലാൻഡ്, ഇത് അറിയാമെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഇത്തരം അഗ്രികൾച്ചർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതേപോലെ മിനറൽ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പ് ആസ് എ മെമ്പർ, ഇതും അറിയാമെങ്കിൽ അറിയാം, ഇല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടാണെന്നാണ് എൻ്റെ ഒരു പക്ഷം. സാധാരണക്കാരനെ സംബന്ധിച്ചോളം ജനറലി ബോണ്ട് ഹോൾഡേഴ്സ്, ഇതും കണ്ടോ, ഷെയർ ബോണ്ട്, അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടല്ലോ. പൊതുവെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ഇതെല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ 2-3 ചോദ്യങ്ങൾ ഇതിൽ നിന്ന് തന്നെ വന്നു. പൊതുവെ ക്ലാസിക് എക്കണോമിക്സ് ക്വസ്റ്റ്യൻസിനകത്തുനിന്ന് വരേണ്ട സാധനങ്ങൾ ഇതിനകത്തുനിന്ന് കുറച്ച് വന്നില്ല. ഇക്വിറ്റി കണ്ടോ, കോൺട്രാക്റ്റഡ് ഇക്വിറ്റി ഓപ്ഷൻസ് ട്രേഡഡ് ഇന്ത്യ സ്റ്റോക്ക് മാർക്കറ്റ്, ദർ ഇസ് എ റെഗുലേറ്ററി ബോർഡർ. അപ്പോൾ ഇത് സംഭവം ഇതിൽ സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത് പല ആൾക്കാരും ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം ഇത് എനിക്ക് അറിയാത്ത ഏരിയ ആണോ എന്ന് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ വിട്ടു പോയേക്കാം. സോ ഡെഫിനറ്റ്ലി ദിസ് ഇസ് അഗെയിൻ സർക്കുലർ എക്കോണമി, ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള നമുക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സർക്കുലർ എക്കോണമി ഒക്കെ അഗെയിൻ ക്യാപിറ്റൽ റെസീപ്റ്റ്സ്, ബോറോയിങ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, അഗെയിൻ പബ്ലിക് ഫിനാൻസ് എന്നാണ് എക്കണോമിക്സിൽ ചോദ്യം വന്നിരിക്കുന്നത്. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർ മാർക്കറ്റ്, ബോണ്ട്, ഡെറിവേറ്റീവ്സ് അങ്ങനെ പോയി, അല്ലെങ്കിൽ കൂടുതൽ പബ്ലിക് ഫിനാൻസ് എന്ന ഏരിയയിലാണ് കൂടുതൽ ഏരിയ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അഗെയിൻ നേറ്റോ വാസ് എക്സ്പെക്റ്റഡ്. എല്ലാ പ്രാവശ്യവും നമുക്കറിയാം, ഒന്നില്ലെങ്കിൽ ASEAN ചോദിക്കും, അല്ലെങ്കിൽ G20 ചോദിക്കും, ബ്രിക്സ് ചോദിക്കും. ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ മെമ്പേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഏതാണ് നേറ്റോ എന്ന് പറയുമ്പോൾ തന്നെ റഷ്യ-യുക്രൈൻ വാർ വന്നതിന് ശേഷം തന്നെ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് സോൾവബിൾ ക്വസ്റ്റൻ ആയിരുന്നു. നമ്മൾ നേറ്റോ പഠിച്ച കൂട്ടത്തിൽ അത് ചെയ്യാൻ പറ്റുമായിരുന്നു. അഗെയിൻ മൗണ്ടൻസ് പാസ് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ഇതും ഒരു നല്ല സെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത്രയും മൗണ്ടൻസ് ഉണ്ട്, അത്രയും രാജ്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഡിഫിക്കൽട്ടാണ്. വിച്ച് ഓഫ് ദം ഇക്വേറ്റർ പാസ് ത്രൂ, ഇന്ത്യയിലുള്ള മെയിൻ ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ പാസ് ചെയ്യുന്നുണ്ടോ, ക്യാൻസർ പാസ് ചെയ്യുന്നുണ്ടോ, ഇക്വേറ്റർ ഏതൊക്കെ സ്ഥലത്തൂടെ പാസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ റിവിഷനിൽ നോക്കിയിരുന്നു. പക്ഷേ ഇത്തരം ലേക്കുകളെല്ലാം ഇങ്ങനെ അറിയണം എന്നുള്ളതും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. പിന്നെ ഡേറ്റ ഓൺ ടർമറിക്, മേജർ ടർമറിക്, ഇന്ത്യ ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ. സോ ഈ ചോദ്യത്തിൽ ആകെ അറിയാവുന്നത് ഇതിനെക്കുറിച്ച് ധാരണയില്ലെങ്കിലും ഇത് ശരിയാണോ തെറ്റാണോ എന്ന് കറണ്ട് അഫയേഴ്സ് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ നമുക്ക് ഇതിനകത്തുനിന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആൻസർ നോക്കുന്നില്ല, 1 തെറ്റാണെങ്കിൽ ഓബ്വിയസ്ലി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെ. പിന്നെ അഗെയിൻ എവിഡൻസ് ഓഫ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ്, ജോഗ്രഫിയുടെ ബേസിക്സ് നോക്കുകയാണെങ്കിൽ ഇതൊരു കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് ആണെങ്കിൽ പോലും ബ്രസീൽ കോച്ചസ്, ഇത് നമ്മുടെ NCERT തന്നെ എടുത്ത സംഭവമല്ലേ, ഇതിപ്പോൾ പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല. ദിസ് ഇസ് പ്യുവർ NCERT തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആയിരുന്നു. ഡസ്റ്റ് പാർട്ടിക്കിൾ, അറ്റ്മോസ്ഫിയർ, സബ് ട്രോപ്പിക്കൽ ടെമ്പറേറ്റ് ഏരിയാസ്, നമ്മൾ യൂഷ്വൽ ഏരിയാസ് എന്നല്ലാതെ പൊതുവെ ആൾക്കാർക്ക് ജോഗ്രഫിയിൽ ഏറ്റവും ടഫായിട്ടുള്ള ഏരിയ ആണ് ക്ലൈമറ്റ്. അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയർ. പിന്നെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതാണ് ഈ ജെറ്റ് സ്ട്രീംസ്, വിൻഡ്, വെസ്റ്റർലി, ഈസ്റ്റർലി, ഇതൊക്കെ. അതേപോലെ തന്നെ ടെമ്പറേച്ചർ പലപ്പോഴും ഒരു ഡിഫിക്കൽട്ട് ഏരിയ ആണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആയിരുന്നു. ഇറ്റ് ഇസ് വെൽ സോൾവബിൾ. ഐസോതേംസ്, നമ്മുടെ ഇപ്രാവശ്യത്തെ മോക്ക് പേപ്പറിൽ ഇതിനെക്കുറിച്ച് ഇതേ ക്വസ്റ്റ്യൻ വേറെ ഫോർമാറ്റിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫുൾ മോക്കിൽ. സോ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ അതേപോലെ തന്നെ പെർമിയബിൾ റോക്സ്, ചോക്ക്, ക്ലേ, ഇത് റോക്ക് അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്പ് എന്ന് നമ്മൾ അതിൽ പഠിക്കുന്ന ഒരു സംഭവമാണ്. ഒന്ന് വായിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഉള്ളൂ. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 ആയതുകൊണ്ട് മാത്രം ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഹീറ്റ് അബ്സോർബ് ട്രാപ്പ്, ഇതും അറ്റ്മോസ്ഫിയർ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കണ്ടന്റ് ബേസ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ചോദ്യമായിരുന്നു. രാഷ്ട്രീയ ഗോകുൽ മിഷൻ, ഐ വുഡ് സേ ഇത് അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു മിഷനെ കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. രാജാറാം മോഹൻ റോയ്, ട്രഡീഷണൽ ആൻഡ് സിസ്റ്റംസ് ഓഫ് ദി ഈസ്റ്റ് ഡിസൈഡ് ഫോർ കൺട്രിമെൻ ടു ആക്സെപ്റ്റ് റാഷണൽ ഇൻസെന്റീവ്, ഇത് വളരെ വളരെ സിമ്പിൾ. ഇത് സ്പെക്ട്രം വായിച്ചാൽ തന്നെ കിട്ടുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആയിരുന്നു. സോ ബാക്കി മുകളിലേക്ക് വന്ന ഇറിഗേഷൻ ഡിവൈസ് കോൾ അരഘാട്ട, ഇത് എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അരഘാട്ട എന്താണെന്നുള്ളതും നമുക്കിനകത്ത് കിട്ടും. ഈ മത്തവിലാസ, വിചിത്ര ചിത്ത ആൻഡ് ഗുണഭാര, ഇത് ഹിസ്റ്ററിയിൽ അത്യാവശ്യം കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമുക്ക് അറിയില്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യാനേ പറ്റില്ല.
അത് അറിയാമെങ്കിൽ അറിയാം, ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഫാഹിയാണ് നമ്മുടെ ഏൻഷ്യൻ ഇന്ത്യ റിവിഷനിൽ നമ്മൾ ഈ ടോപ്പിക് ഉറപ്പായിട്ടും ഡിസ്കസ് ചെയ്തിരുന്നു. ചന്ദ്രഗുപ്ത 2 വിക്രമാദിത്യൻ്റെ സമയത്ത് ഫാഹിയാനും ഹുവാൻ സ്വാങ് ഹർഷവർദ്ധൻ്റെ സമയത്തും വന്നു നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇതുവരെയുള്ള എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ. ദ കിങ്ഡം ഓഫ് ശ്രീവിജയ് ദ പവർഫുൾ. സോ ഇതും നമ്മൾ ഓൾറെഡി NCERT ബേസിക് ക്വസ്റ്റൻ ആണ്, നമുക്കത് കിട്ടുന്ന ക്വസ്റ്റൻ ആണ്. പക്ഷേ ഈ റിവേഴ്സ് ആൻഡ് ടെറിട്ടോറിയൽ റീജിയൻ, നമ്മൾ മഹാജനപദ റീജിയനിലാണെങ്കിലും അവന്തി, കംബോജ, അസ്മാക്ക, ഇതിൻ്റെ ക്യാപിറ്റലുകളും റീജിയനും അറിയാമെങ്കിൽ റിവേഴ്സ് അറിയണമെന്ന് നിർബന്ധമില്ല. ഏൻഷ്യൻ ഇന്ത്യ വായിച്ചിട്ടുള്ളവർക്ക് ഒരു ക്ലാരിറ്റി ഉണ്ട്, പക്ഷേ ഇല്ലെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യാൻ പാടാണ്. ഇറ്റ്സ് കുറച്ച് ഡിഫിക്കൽട്ട് ചോദ്യം തന്നെയാണ്. അതേപോലെ ഗാന്ധർവ വിദ്യാലയ മ്യൂസിക് ട്രെയിനിങ് സ്കൂൾ വാസ് സെറ്റ് അപ്പ് വിഷ്ണു ദിഗംബർ പലൂസ്കർ. ഇതും അറിയാമെങ്കിൽ ഇതൊരു ഫാക്റ്റ് ആണ്, അറിയാമെങ്കിൽ അറിയാം. അശോകൻ ഡെസ്ക്രിപ്ഷൻ സജസ്റ്റ് ദാറ്റ് പ്രദേശിക, രജുക ആൻഡ് യുക്ത വെർ ഇമ്പോർട്ടൻറ്റ് ഓഫീസേഴ്സ്. ഇത് എത്രയോ പ്രാവശ്യം UPSC പലപ്പോഴും PYQ തന്നെ ചോദിച്ചതാണ്. നമ്മുടെ നോട്ട്സിൽ തന്നെ ഇത് കിടപ്പുണ്ട്, രജുക എന്ന് പറയുന്ന ഇത് ആരാണെന്നുള്ളത്. എഗെയിൻ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും വെൽ ഫ്രം സ്പെക്ട്രം പഠിച്ചാൽ തന്നെ നമുക്ക് കിട്ടാവുന്ന ഒരു ഏരിയ ആണ്. ഇനി അങ്ങോട്ട് ഞാൻ മനസ്സിലാക്കുന്ന 80 to 80 ഇത് അങ്ങോട്ട് ഫ്യൂവൽ, ബാറ്ററി, ഇലക്ട്രിക്കൽ സെൽസ്, ഈ സംഭവങ്ങൾ, ഓൾട്ടർനേറ്റീവ് പവർ ട്രെയിൻ വെഹിക്കിൾസ്, ഇങ്ങനത്തെ ചോദ്യങ്ങൾ അറിയാമെങ്കിൽ എൻവയോൺമെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കാം, കിട്ടാൻ കുറച്ച് പാടുണ്ട്. ഇപ്പം ഞാൻ എഴുതുകയാണ് എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഏരിയൽ. ഈ UAV എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വാർ നടക്കുമ്പോഴും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടൊക്കെ ഈ UAV മിലിറ്ററി ലെവലിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാൻ ഡു വെർട്ടിക്കൽ ലാൻഡിങ്, VTOL എന്നാണ് പറയുന്നത്, വെർട്ടിക്കൽ ടേക്ക് ഓഫ്, വെർട്ടിക്കൽ ലാൻഡിങ്. ഇതൊക്കെ നമ്മൾ UAVയുടെ കോൺടെക്സ്റ്റിൽ നോക്കിയിരുന്ന കോൺസെപ്റ്റുകളാണ്. പിന്നെ എഗെയിൻ എലിമെൻറ്റ്സ് എന്ന് പറയുന്ന കൊബാൾട്ട്, ഗ്രാഫൈൽ, നിത്തൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതും അത്യാവശ്യം നമുക്കൊന്ന് ഒരു ലോജിക്കൽ കേസ് എടുക്കാവുന്ന ചോദ്യങ്ങളാണ്. സിഗരറ്റ് ബട്ട്, ഐ ഗ്ലാസസ്, കാർ ടയർസ്, ഇത് വളരെ ലോജിക്കാണ്. പ്ലാസ്റ്റിക് ഉള്ളത് ഏതാണെന്നൊന്ന് ആലോചിച്ചാൽ മതി. എഗെയിൻ കോൾ ഗ്യാസിഫിക്കേഷൻ, ഇതും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ കോൾ ഗ്യാസിഫിക്കേഷൻ. പക്ഷെ അപ്പോഴും ഈ 3 കാര്യങ്ങൾ അതിനകത്തുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റണം. സോ CL20, HMX, LLM which are sometimes talked in media, you know it if you do not know, ഇത് നോക്കാൻ പാടാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുക. ആൻഡ് മജോറാന ക്ലിപ്പ്, ഇതും ഇതിനെക്കുറിച്ചിട്ടും അറിയാമെങ്കിൽ അറിയാമില്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം വായിച്ചിട്ടില്ലെങ്കിൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ആൻഡ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 1-2 വർഷം മുന്നേ UPSC ഈ ചോദ്യം പിന്നെയും ചോദിച്ചിരുന്നു ഇതിനെക്കുറിച്ചിട്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യമൊന്നുമല്ല. ഇതൊക്കെ ബയോടെക്നോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്കത് അറിയാമെങ്കിൽ അറിയാമില്ലെങ്കിൽ പാടാണ്. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി എടുക്കായിരുന്നു. വൈറസിൻ്റെ ക്വസ്റ്റ്യൻസും ഇത് ഒരു ലോജിക്കലി നമ്മളൊന്ന് ആലോചിച്ചാൽ കിട്ടാവുന്ന ഒരു ചോദ്യമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ആക്ടിവേറ്റഡ് കാർബൺ, അതേപോലെ ആക്ടിവേറ്റഡ് കാർബൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അറിയാമെങ്കിൽ അറിയാമില്ലെങ്കിൽ, ഇഫ് യു ഡു നോട്ട് നോ ആക്ടിവേറ്റഡ് കാർബൺ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. സോ ഇതും ചിലപ്പോൾ അറിയില്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നി. കാർബൺ ഡയോക്സൈഡ് എമിഷൻ, സിലിക്ക ബെയറിംഗ് ക്ലേ, ലൈം സ്റ്റോൺ, കണ്ടോ സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2, സ്റ്റേറ്റ്മെൻറ്റ് 3 എന്ന് പറയുന്നത് ഈ രീതിയിൽ ചോദിച്ചിരിക്കുകയാണ്. സാധാരണ 1, 2, 3 എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, രണ്ടും കറക്റ്റ് ആണോ. പ്രശ്നം എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഓപ്ഷൻസ് നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ തന്നെ സമയമെടുക്കും. എന്നിട്ട് ഇത് നോക്കുമ്പോൾ ഈ ഏരിയാസ് ആണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ലെങ്തി ആണെന്ന് പറഞ്ഞത്. മസ്റ്റായിട്ടും ഇതിന് വേണ്ടി നമ്മൾ കുറച്ച് ടൈം മാറ്റി വെക്കേണ്ടി വരും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മുടെ സമയം പോകുന്നുണ്ട്. എർത്തിൻ്റെ റൊട്ടേഷൻ ആക്സിസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. പോളാർ, ഇത് വളരെ ബേസിക് ആണ്. വളരെ ബേസിക്സ് എന്ന് പറഞ്ഞാൽ 6th സ്റ്റാൻഡേർഡ് തൊട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതും സ്റ്റേറ്റ്മെൻറ്റ് 3 ആയതുകൊണ്ട് നമ്മൾ നല്ലോണം ആലോചിച്ച് ചെയ്യാൻ ടൈം കൺസ്യൂമിംഗ് ആണ്. എഗെയിൻ ആർട്ടിക്കിൾ 6 എൻവയോൺമെൻറ്റ് ആണ്. പാരീസ് ട്രീറ്റി, പാരീസ് എഗ്രിമെൻറ്റിനെ കുറിച്ചിട്ടും എഗെയിൻ കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്. പാരീസ് എഗ്രിമെൻറ്റും ആർട്ടിക്കിൾ 6 ഒക്കെ ഒത്തിരി കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു ഏരിയ തന്നെയാണ്. ആൻഡ് നേച്ചർ സൊല്യൂഷൻസ് ഫിനാൻസ് ഹബ് ഫോർ ഏഷ്യൻ പസഫിക്, ഇത് നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് യു ക്യാൻ ആക്ച്വലി ഹാവ് എൻ ഐഡിയ. ഡയറക്റ്റ് എയർ ക്യാപ്ചർ ടെക്നോളജി, എഗെയിൻ വെരി വെരി പൊട്ടൻഷ്യൽ കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ. വാർത്തകളിൽ ഉണ്ടായിരുന്നുണ്ട് ഡയറക്റ്റ് എയർ ക്യാപ്ചറിനെ കുറിച്ചിട്ട്, പല സ്ഥലത്തും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിരുന്നു. അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഇത് ഉപയോഗിച്ചിരുന്നു. റിഗാർഡിങ് പീകോക്ക് ടാരാൻറ്റുല, ഗൂട്ടി ടാരാൻറ്റുല, ഇങ്ങനത്തെ ഒരു അനിമൽ വരുന്നത് നമുക്കറിയായിരുന്നു. പക്ഷേ ഇത് ഏകദേശം ഒരു ഗസ് ഉണ്ടെങ്കിൽ ഗസ് ചെയ്യാം, ഇല്ലെങ്കിൽ അഗെയിൻ ഇറ്റ്സ് ഗോയിങ് ടു ബി ടഫ്. കാർബൺ ഡയോക്സൈഡ്, അതായത് ഒരു കാര്യം മനസ്സിലായി, എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ കാർബൺ റിലേറ്റഡ് ആയിട്ട് എന്തോരം ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാർബൺ ഡയോക്സൈഡ്, കാർബൺ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റിയിരുന്നു. കസാവ, ജിഞ്ചർ, മലബാർ സ്പിനച്ച്, മിൻറ്റ്, പപ്പായ, ഇത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഗസ് എടുക്കാൻ കുറച്ച് പാടാണെന്ന് തോന്നുന്നു. ഇതും റെയിൻ ഫോറസ്റ്റും ഫൈറ്റോ പ്ലാങ്ക്ടനും സർഫസ് ഏരിയയും ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഗസ് ചെയ്യായിരുന്നു തോന്നി. അപ്പോൾ എൻ്റെ ക്വിക്ക് ആയിട്ടുള്ള ലാസ്റ്റ് മിനിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്
അത്യാവശ്യം ഇതൊക്കെ എളുപ്പമാണെന്ന് തോന്നുമെങ്കിൽ 2 മണിക്കൂറിൽ ചെയ്യാൻ പാടാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു നിങ്ങൾ നന്നായി കറണ്ട് അഫയർസും നന്നായി ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ്സാവാനുള്ള ഒരു 45 മുതൽ 50 മാർക്ക് വരെ നമുക്ക് ബാക്കിയുള്ളത് തെറ്റിക്കഴിഞ്ഞാൽ കട്ട് ഓഫ് കൂടാം. പക്ഷെ നമ്മൾ നന്നായി പഠിച്ചിരുന്നെങ്കിൽ കുറച്ച് നല്ലൊരു ഏരിയ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. പിന്നെ ഡെഫിനറ്റ്ലി അത്യാവശ്യം തോന്നിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നല്ല പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക്, നല്ലോണം പ്രിപ്പയർ ചെയ്ത നല്ല കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉള്ള ആൾക്കാർക്ക് സംബന്ധിച്ചോളം അവർ അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വിട്ടിട്ട് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കാനുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ റിയലി സ്കോർ ദിസ്. പക്ഷേ ഡെഫിനറ്റ്ലി കുറച്ച് പാടായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, നന്നായി പഠിച്ചവർക്ക് മാത്രമേ അത് നന്നായി ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അല്ലാത്തൊരു നോൺ സീരിയസ് ആസ്പിറന്റിനെ സംബന്ധിച്ചോളം ഇറ്റ് മസ്റ്റ് ഹാവ് ഗോൺ ഓവർ ദ ഹെഡ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉടനെ ഉച്ചയ്ക്ക് ശേഷം ഞാനിത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇതെന്തായാലും ഇത്രയും സെഷൻസ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന രീതിയിൽ യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. ഡിഫിക്കൽട്ട് തന്നെയാണ് നമുക്ക് പറയാം.